നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയുണ്ടെന്നും 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാകും വിജയമെന്നും LDF സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത്. UDFിന്റെ പിണക്കങ്ങളും തമ്മിലടിയും ഇടതുപക്ഷത്തിന് ഗുണകരമായി മാറും. ഈ സർക്കാർ തുടർന്നാലേ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ എന്ന ചിന്ത ജനങ്ങൾക്കിടയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണമാണ്. കാരണം നമ്മളെ ഇപ്പോൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 5 വർഷമായിട്ട് MLA ആണ്. അപ്പോൾ അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ ശുഭാപ്തി വിശ്വാസമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവ് വിജയിക്കാൻ വേണ്ടി കഴിയും. കാരണം ഒരു കുറഞ്ഞ കാലം, അതായത് ബൈ ഇലക്ഷനിലൂടെ 1 വർഷം, പൊതു തെരഞ്ഞെടുപ്പിലൂടെ 5 വർഷം, അങ്ങനെ 6 വർഷമാണ് നമ്മുടെ കാലാവധി. ഇതിനിടയിൽ 1685 കോടി രൂപയുടെ വിവിധ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തി. ഇത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അടക്കം വട്ടിയൂർക്കാവിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ അടയാളങ്ങൾ കാണാം. ഇത് വോട്ടായി മാറും. ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. അതുകൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങളാണ്, ചൂടാണ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയും. അതാണ്. എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും അവർ ശക്തരാണ്. തീർച്ചയായിട്ടും അവരുടെ ആ ശക്തിക്ക് അനുസരിച്ച് കൂടുതൽ ഞങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ അത് കണക്കാക്കിയാണ് ഇടപെടുന്നത്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇത്തവണ മണ്ഡലത്തിൽ ഞങ്ങൾ നേടും. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകും. അവരുടെ വോട്ടുകളടക്കം ഞങ്ങൾ സമാഹരിക്കുന്ന നിലയുണ്ടാവും. മറ്റൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇന്നേ ദിവസങ്ങളിലേക്ക്. ഈ ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുമ്പോഴും ഐക്യമില്ലാത്ത സാഹചര്യമാണ് കാണുന്നത്. ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റ് മുന്നണികളിൽ നിന്നും തെറ്റിപ്പോകുന്നവർക്ക് സീറ്റ് കൊടുക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് കൊടുക്കാൻ സീറ്റില്ല. അവരുടെ തന്നെ നേതാക്കന്മാർ തന്നെ പിണങ്ങി മാറുന്നു. അവസാനം സീറ്റ് കൊടുത്ത് പരിഹരിക്കുമെന്ന് പറയുന്നു. MP മാർക്ക് സീറ്റില്ല എന്ന് പറയുന്നു. അവസാനം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അന്തഃഛിദ്രം UDFിനകത്തുണ്ട്. മറുഭാഗത്ത് LDF വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. പ്രചരണം ഒരു ഘട്ടം പൂർത്തീകരിച്ചു. ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ല മതിപ്പ് ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ സർക്കാർ തുടർന്നാലേ ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയൂ എന്ന ഒരു ചിന്ത പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് UDFിൻ്റെ ഇത്തരം പിടലപ്പിണക്കങ്ങളും തമ്മിലടിയും ഞങ്ങൾക്ക് ഗുണകരമായി മാറും. അത് വലിയ ഭൂരിപക്ഷത്തോട് ഞങ്ങളെ ജയിപ്പിക്കാൻ സഹായിക്കും. മറ്റൊരു കാര്യം, ഈ സർക്കാരിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സ്വർണ്ണക്കൊള്ള, അതുപോലെയുള്ള ശബരിമല വിഷയമൊക്കെ, ഇതൊക്കെ പ്രതിഫലിക്കുമോ? അല്ല, അതൊന്നും രാഷ്ട്രീയത്തിൽ അവർ പറയട്ടെ. കാരണം ഗവൺമെൻറ്റിനെതിരെ വേറൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് ആ നിലയിൽ മാത്രമേ ജനങ്ങൾ എടുക്കൂ. 100% വിജയപ്രതീക്ഷ തന്നെയാണല്ലേ? 100%. ഭൂരിപക്ഷം എങ്ങനെയാണ്? ഭൂരിപക്ഷം 25,000-ന് മുകളിൽ ഞങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വളരെ ആവേശകരമായ ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് വി കെ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ റിബിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.